നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇന്നു മുതൽ 5 ഡേയ്സ് ചലഞ്ചാണ്, 5 ദിവസത്തെ ചലഞ്ചാണ്. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളെല്ലാം ഉൾപ്പെടും. ഈ 5 ദിവസം കൊണ്ട് 80 മാർക്ക് പക്കാ ഷുവർ, ഉറപ്പായും ഗ്യാരണ്ടി ആണ്. ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത 72 ചോദ്യങ്ങൾ, 80 GK സയൻസ് ചോദ്യങ്ങളിൽ 72 ചോദ്യങ്ങൾ മെക്സിക്കോയിലെ വെട്ടിച്ചുട്ടി രീതി ഉൾപ്പെടെയുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത അതേ മോഡൽ ഇന്നു മുതൽ 5 ദിവസത്തെ വർക്കൗട്ട് ക്ലാസ് തുടങ്ങിയാണ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേരള ചരിത്രം. ഇന്ന് പഠിക്കേണ്ട വർക്കൗട്ട് ബാച്ചിലുള്ള കുട്ടികൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടതും ഇത് തന്നെയാണ്. കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്, അല്ലെങ്കിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഇന്നത്തെ വർക്കൗട്ട് ഡയറിയിൽ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നല്ലോ. ഇപ്പൊ വർക്കൗട്ട് ബാച്ചിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. അപ്പൊ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മത്സര പരീക്ഷ 2024 മുഴുവൻ മത്സര പരീക്ഷ നിങ്ങൾ പരിശോധിച്ചോ. അതിൽ നമ്മൾ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയ ഉണ്ട്. അതിനകത്തുനിന്ന് ഉറപ്പായും ചോദ്യം വരും. ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യം വന്നില്ല എങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്തും. അത്രയേറെ കോൺഫിഡൻസോടുകൂടി പറയുന്നത്, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മുഴുവൻ കണ്ടന്റും ഈ കൂട്ടായ്മ തരുന്നുണ്ട്. ഒന്നാമത്തെ ഏരിയ ക്ഷേത്ര സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. ഇപ്പൊ നോർമൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തളിക്ഷേത്ര സമരത്തിന്റെ നേതാവ് ആരാണ്, അല്ലെങ്കിൽ തളിക്ഷേത്ര സമരത്തിന്റെ വർഷം എന്താണ്, അല്ലെങ്കിൽ തളിക്ഷേത്ര സമരം ഏത് ജില്ലയിലാണ് നടന്നത്. അങ്ങനെ കുറച്ച് പാക്കേജുകളുണ്ട്. ആ പാക്കേജുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാക്കേജ് വർക്കൗട്ട് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ഷേത്ര സമരങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കും. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹമാണ്. കാരണം 2024 100ാം വാർഷികം ആഘോഷിക്കുന്നു. അപ്പൊ ക്ഷേത്ര സമരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വിളംബരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പക്കയായിട്ട് കാണും. കാരണം കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും, അല്ലെങ്കിൽ പണ്ടാരപ്പാട് വിളംബരം കാണും, അതും അല്ലെങ്കിൽ ചാന്നാർ വിളംബരം കാണും. അതും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നറിയപ്പെടുന്ന ഏരിയയിൽ നിന്ന് കീഴരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെടുന്ന ഫാക്ട് ചോദിക്കുന്ന പോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് വിളംബരം. അപ്പൊ അതിനകത്തൊന്നും ചോദ്യം കാണും. അതും ഉറപ്പായി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തെള്ളി മറിച്ചിട്ട് അങ്ങ് പോവല്ല, മറിച്ച് ആ കണ്ടന്റുകൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിലും നിങ്ങളുടെ PDF നോട്ടിലും പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഏരിയ നവോത്ഥാന സംഘടനകൾ. ഇക്കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ നവോത്ഥാന സംഘടനയിൽ നിന്ന് മാത്രം ചോദിച്ചേക്കുന്ന 2 ചോദ്യമാണ്. അപ്പൊ നവോത്ഥാന സംഘടനകൾ എന്നറിയപ്പെടുന്ന ഏരിയ മുഴുവൻ നവോത്ഥാന സംഘടനകൾ നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ തരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടായ്മ തരുന്ന PDF-ലുള്ള നവോത്ഥാന സംഘടനകൾ ഉറപ്പായും പഠിക്കണം. ദെൻ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഉറപ്പായും ചോദിക്കും. അത് പ്രസ്താവന രീതിയിൽ തന്നെയായിരിക്കും ചോദിക്കുന്നത്, മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. ദെൻ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള ഒരു PDF ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റും. 6 പേജേ ഉള്ളൂ. ആ 6 പേജുള്ള 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള കേരള നവോത്ഥാനത്തിലെ മാജിക് മന്ത്ര ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയാൽ കേരള ചരിത്ര നവോത്ഥാനത്തിൽ നിന്ന് ഉറപ്പായും എത്ര മാർക്ക് ചോദിക്കുന്നു, 10 മാർക്ക് ആണെങ്കിൽ 10 മാർക്ക് ഗ്യാരണ്ടി, അത് 12 മാർക്ക് ആണെങ്കിൽ 12 മാർക്ക് ഗ്യാരണ്ടി, 8 മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ 8 മാർക്കും ഗ്യാരണ്ടിയാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 2-3 ദിവസമായി പ്രിയപ്പെട്ട വർക്കൗട്ട് ബാച്ചിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എഴുതി പോകുന്ന വർക്ക് ഡയറി ഉണ്ട്. അവർക്ക് നിലവിൽ നമ്മൾ ഓരോ ദിവസവും മെറ്റീരിയൽസ് കൊടുക്കും. അവരത് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന, അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യും. അതെന്ത് ചെയ്യും, വൈകുന്നേരം അല്ലെങ്കിൽ ഈ രാവിലെ 8 മണിക്കായിരിക്കും ഈ പറയുന്ന നോട്ട്സ് എല്ലാം കൊടുക്കുന്നത്. അവരെന്ത് ചെയ്യും, അവരുടെ ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഇതെല്ലാം കുറിച്ച് വെച്ചിട്ട് ഒരു 7 മണി അല്ലെങ്കിൽ രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യും. അതിനുശേഷമാണ് 9 മണിക്ക് അവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. എക്സാം എന്ന് പറഞ്ഞാൽ പോൾ വർക്കൗട്ടാണ്. ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും കാണും. അതിൽ ഏതാണ് ശരിയെന്ന് മെൻഷൻ ചെയ്യുന്ന ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അത് ശരിയാണെങ്കിൽ ശരിയെന്ന് കാണിക്കും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് കാണിക്കും. ഇതെല്ലാം പറഞ്ഞു തരുന്നത് ടെലഗ്രാമിനെ പറ്റി, അല്ലെങ്കിൽ പോൾ വർക്കൗട്ട് ആണോ, അല്ലെങ്കിൽ നോർമൽ എക്സാം ആണോ, അല്ലെങ്കിൽ ലേണിംഗ് ആപ്പിൽ വല്ലതും ആണോ കൊടുക്കുന്നതെന്ന് ഒരു ധാരണ കാണും കുട്ടികൾക്ക്. അതുകൊണ്ട് അവരോട് ക്ലാരിറ്റിയോടുകൂടി പറയുക, നമ്മുടെ എക്സാമും നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, വർക്കൗട്ട് ബാച്ചും ഉണ്ട്, കോമൺ ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസ് ഒന്നും അധികമായി കൊടുക്കാറില്ല. കാരണം വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവരിപ്പോ പരാതി പറഞ്ഞു തുടങ്ങി എല്ലാം അങ്ങ് ഈ പറയുന്ന കോമൺ ഗ്രൂപ്പിൽ കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ വർക്കൗട്ട് ബാച്ചിൽ ചേരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ വർക്കൗട്ട് ബാച്ചിലും ഈ പറയുന്ന കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം ഉണ്ട്. അവർക്ക് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാന് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റഡി മെറ്റീരിയൽ ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ചിലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് എന്നാണ് ചോദ്യം. ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ പറ്റി ഒരു ചോദ്യം ചോദിക്കും. എന്താ ഈ മലബാറിന്റെ പ്രത്യേകത? കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ ഏക പ്രദേശം അത് മലബാറാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മലബാർ മേഖലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, സമഗ്രമായ മാറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയുടെ പേരാണ് മലബാർ ജില്ലാ കോൺഗ്രസ്. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടായ്മ എന്നാണ്. അപ്പൊ 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം എന്നാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ആണ്, എന്നിരുന്നാലും ഞാൻ ആ കണ്ടന്റ് അങ്ങ് പറഞ്ഞു തരുവാണ്. ഒന്നാമത്തെ ഈ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഭരണപരിഷ്കരണമാണ്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അവർ ചർച്ച ചെയ്ത ഒന്നാമത്തെ വിഷയം ഭരണപരിഷ്കരണം. രണ്ടാമത്തെ പ്രശ്നം കുടിയാന്മ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം ഖിലാഫത്ത്. ഈ ഖിലാഫത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 1920 മഹാത്മാഗാന്ധി കേരളത്തിൽ വരുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ മൂന്ന് വിഷയങ്ങൾ ഈ പറയുന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ജനസംഖ്യ അനുപാത സംവരണം എന്നറിയപ്പെടുന്ന സബ്ജക്ട് മാത്രം എന്ത് ചെയ്തില്ല, ചർച്ച ചെയ്തില്ല. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഏതൊക്കെയാ? ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ആൻസർ ഉൾപ്പെടാത്ത വിഷയമാണ്. അപ്പൊ ഉൾപ്പെടാത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പം ഇനി എഴുതാൻ പോകുന്ന, അതായത് 10th ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് ഈ വരുന്ന ശനിയാഴ്ച ജാനുവരി 11 അതിനുശേഷം അടുത്ത 3ാം ഘട്ടം ഫോക്കസ് ചെയ്യുന്ന, ഇതുവരെ ഹാൾ ടിക്കറ്റ് വരാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. ഇനി 4ാം ഘട്ടം ഇനി എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി 3ാം ഘട്ടം അല്ലെങ്കിൽ എനിക്ക് 4ാം ഘട്ടമാണ് എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ റിലേറ്റഡ് ഫാക്ട് പറയുന്നത്. 1916 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കും. 1916 രണ്ട് രീതി ചോദിക്കാം. ഒന്നെങ്കിൽ പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിക്കാം, അതുമല്ലെങ്കിൽ 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിക്കാം. രണ്ടായാലും തെറ്റില്ല. 1916 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, പാലക്കാട് ആനി ബസന്റ്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതേണ്ടത്, നോട്ട് എഴുതുകയാണെങ്കിൽ, നോട്ട് എഴുതി സമയം കളയാൻ ഞാൻ പറയത്തില്ല, എന്നിരുന്നാലും പറയുക, ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഒരു 4 കോളമായിട്ട് തരംതിരിച്ച് എഴുതുക. ഒന്നാമത്തെ കോളം വർഷം, രണ്ടാമത്തെ കോളം മലബാർ ജില്ലാ കോൺഗ്രസ് അല്ലെങ്കിൽ എത്രാം, ഒന്നാം ആണെങ്കിൽ ഒന്നാം, രണ്ടാം ആണെങ്കിൽ രണ്ടാം, അപ്പൊ സമ്മേളനം. മൂന്നാമത്തെ കോളം വേദി, നാലാമത്തെ കോളം അധ്യക്ഷ ഓർ അധ്യക്ഷൻ. രണ്ടിലേതെങ്കിലും, ഒന്നെങ്കിൽ അധ്യക്ഷ എഴുതുക അല്ലെങ്കിൽ അധ്യക്ഷൻ എഴുതുക. രണ്ടായാലും കുഴപ്പമില്ല. വനിതയാണെങ്കിൽ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ. ഈ ഒരു കാറ്റഗറി ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 1916 അപ്പൊ വർഷത്തിന്റെ കാറ്റഗറി എഴുതുക. അപ്പൊ വർഷത്തിന്റെ കോളത്തിൽ താഴോട്ട് 5 എണ്ണം എഴുതണം. ഇത് രണ്ടാമത്തത് ഏതാണ് സമ്മേളനം? 1ാം സമ്മേളനമാണോ അതോ 2ാം സമ്മേളനമാണോ അതോ 3ാം സമ്മേളനമാണോ? അതിനുശേഷം വേദി, എവിടെയാണ് ഈ പറയുന്ന 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്? ദെൻ നാലാമത്തത് അധ്യക്ഷ ഓർ അധ്യക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ വസ്തു നോക്കിയേ, 1916 വർഷം. അത് ഏത് സമ്മേളനമാണ്? 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. പാലക്കാടാണ് അതിന്റെ വേദി. അധ്യക്ഷ ആരാണ്? ആനി ബസന്റ്. വേറെ ഒരു കാര്യം നിങ്ങൾ പഠിക്കണ്ട. ഈ 4 പോയിന്റിനെ ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഈ പറയുന്ന ക്വസ്റ്റ്യനും ആൻസർ ഒരുമിച്ച് അങ്ങ് വായിച്ചാൽ പോരെ. പിന്നെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യാം, ഈ പറയുന്ന നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്തെങ്കിലും കണ്ടന്റ് വരുവാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താം. 1916 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. ശരിയോ തെറ്റോ? ശരിയാ. 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി പാലക്കാടാണ്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. പരുത്തി കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശമാണ് പാലക്കാട്, ചിറ്റൂർ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ പാലക്കാട് ജില്ലാ വിശേഷങ്ങളെ മുഴുവൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. അപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ഉണ്ട്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുമായി ബന്ധപ്പെട്ട് ചോദ്യം പഠിക്കണം. ഓക്കെ. അപ്പൊ 1916 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, പാലക്കാടാണ് വേദി. അതിന്റെ അധ്യക്ഷ ആരാണ്? ആനി ബസന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആനി ബസന്റുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അത് നോട്ട്സിലുണ്ട്. ഇന്ത്യൻ ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക് റിലേറ്റഡ് ഫാക്ട് പറയുമ്പോൾ നമ്മളിത് പറഞ്ഞോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഏരിയ പക്കയായിട്ട് ഓർത്തു വെക്കണം. അടുത്തത് 1917
1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. ഈ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വേദി അത് കോഴിക്കോടാണ്. ഗസലുകളുടെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ സുലൈമാനി എന്നറിയപ്പെടുന്ന വിശപ്പ് രഹിത പദ്ധതി പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ജില്ല കോഴിക്കോടാണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വേദി എവിടെയാണ്? അത് കോഴിക്കോടാണ്. അപ്പൊ അവരുടെ ഒരു അധ്യക്ഷൻ വേണം. CP രാമസ്വാമി അയ്യർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അധ്യക്ഷൻ. അപ്പൊ 1917 രണ്ടാം സമ്മേളനം കോഴിക്കോടാണ് വേദി. ആരധ്യക്ഷൻ? CP രാമസ്വാമി അയ്യർ. അതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂന്നാമത്തത് 1918. വർഷം പഠിക്കാൻ ഈസിയാണ്. 1916 തുടങ്ങണം, 1920 അവസാനിക്കണം. അപ്പൊ 4 വർഷമേ ഉള്ളൂ എന്ന് കരുതരുത്. 5 വർഷമുണ്ട്. 1916 ഒന്നാം സമ്മേളനം, 1917 രണ്ടാം സമ്മേളനം, 1918 മൂന്നാം സമ്മേളനം, 1919 നാലാം സമ്മേളനം, 1920 അഞ്ചാം സമ്മേളനം. അപ്പൊ 1918 മൂന്നാം സമ്മേളനത്തിന്റെ വേദി അത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണല്ലോ. കേരള ജോഗ്രഫി എന്നറിയപ്പെടുന്ന മാജിക് മന്ത്രയിൽ നമ്മൾ വ്യക്തമായി ഈ പറഞ്ഞ ജില്ലാ വിശേഷണങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫാക്ട്, കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ സഹിതം ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പഠിച്ചോണം. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, പക്കാ ഷുവർ ആണ്. 80 മാർക്ക് ഗ്യാരണ്ടിയാ. പറഞ്ഞല്ലോ, തുടക്കം മുതൽ പറയുന്നുണ്ട്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിൽ പഠിച്ചോ. പക്ഷേ GK ആൻഡ് സയൻസ്, കറണ്ട് അഫേഴ്സ്, കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനം, ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാ ടോപ്പിക്കും നമ്മൾ പ്രിന്റ് ആയിട്ടും PDF ആയിട്ടും വർക്ക് ഡയറി ആയിട്ടും ക്ലാസ് ആയിട്ടും നിങ്ങളുടെ മുന്നിൽ തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 1918 മൂന്നാം സമ്മേളനം തലശ്ശേരിയാണ് വേദി. അതിന്റെ അധ്യക്ഷനാരാണ്? ആസിം അലി ഖാൻ. ചില മെറ്റീരിയൽസിൽ അംജദ് അലി ഖാൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അസീം അലി ഖാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അലി ഖാൻ എന്നെങ്കിലും ഓർത്തു വെക്കുക. 1918 മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം തലശ്ശേരി. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കുകയെ, മലപ്പുറം ജില്ലയുടെ രൂപീകരണ സമയത്ത്, മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകന്റെ പേര് അത് K കേളപ്പൻ എന്നാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. ഇനിയും ചോദിക്കും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യം, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇതൊക്കെ നമ്മൾ PDF ആയിട്ടും ക്ലാസ് ആയിട്ടും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 1918 മൂന്നാം സമ്മേളനം തലശ്ശേരി വേദി, അധ്യക്ഷൻ അസീം അലി ഖാൻ. അടുത്തത് 1919 നാലാം സമ്മേളനം, നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം വേദി ചോദിച്ചാൽ അത് വടകരയാണ്. 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി അത് കോഴിക്കോട് ജില്ലയിലെ വടകര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാലോചിക്കണം, ഈ കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തച്ചോളി ഒതനന്റെ ജന്മസ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് വടകരയാണ്. വടകരയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ KPCCയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്യും. അതും ഇതുമായിട്ട് കമ്പൈൻ ചെയ്യരുത്. അത് വേറെ, ഇത് വേറെ. 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം വേദി ചോദിച്ചാൽ വടകര. അതിന്റെ അധ്യക്ഷനാരാണ്? അത് KP രാമൻ മേനോനാണ്. അപ്പൊ ഒരു വനിതയെ, അതായത് പ്രഥമ സമ്മേളനത്തിൽ 1916 പാലക്കാട് നടന്ന പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷ ആരാണ്? അത് ആനി ബസന്റ് ആണ്. അടുത്തത് 1920 അവസാന സമ്മേളനമാണ്. അഞ്ചാം സമ്മേളനം പഠിക്കാൻ എളുപ്പത്തിൽ പറയുന്നു. അഞ്ചാം മഞ്ചേരി, 5 മഞ്ച് ഹാളി കയറുന്ന സമയത്ത് തിരിഞ്ഞു പോലെ ദയവ് ചെയ്ത് 5 മഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കൊച്ചുനാളിലൊക്കെ വീട്ടിൽ നിന്ന് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇന്ന കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ, എന്റെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ എന്റെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരു സമ്പ്രദായമുണ്ട്, കൂലി എന്ന് പറയും. അതായത് നമ്മൾ ഇതൊരു സന്തോഷമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഏതെങ്കിലും സാധനങ്ങൾ കടയിൽ പോയി മേടിക്കാൻ പോകുമ്പോൾ അമ്മ പറയും 1 രൂപയ്ക്ക് മുട്ടായി മേടിച്ചു, അല്ലെങ്കിൽ 2 രൂപയ്ക്ക് മുട്ടായി മേടിച്ചു, അല്ലെങ്കിൽ 5 രൂപയ്ക്ക് മുട്ടായി മേടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ലോജിക്ക് ഇതാണ്. 5 മഞ്ച്, അന്നൊക്കെ മഞ്ചിന് ഭയങ്കര പ്രസക്തി ഉണ്ട്. 5 രൂപയുടെ മഞ്ച്, 1 രൂപയുടെ മഞ്ച്, 2 രൂപയുടെ മഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 5 മഞ്ചെന്ന് അങ്ങ് ഓർത്തു നോക്കണം. ഹാളി കയറുമ്പോ 4 മഞ്ചാവരുത്. 4ആം മഞ്ചേരി അല്ല, 4ആം വടകരയാണ്. 3 മഞ്ചാവരുത്. 5ആം മഞ്ച്. 1920 അഞ്ചാം സമ്മേളനം എവിടെയാ വേദി? മഞ്ചേരിയിലാണ്. ഇനി ഈ 1920 അഞ്ചാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കസ്തൂരി രംഗ അയ്യങ്കാർ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അഞ്ചാം സമ്മേളനത്തിൽ 3 കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത്.
3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്ന് ഭരണപരിഷ്കരണം ചർച്ച ചെയ്തു, കുടിയാന്മ പ്രശ്നം ചർച്ച ചെയ്തു, ഖിലാഫത്ത് ചർച്ച ചെയ്തു. വളരെ വളരെ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയിൽ അസംതൃപ്തരായ ആനി ബസന്റും കുറച്ച് അനുയായികളും ആനി ബസന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളും ഈ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്ന് എന്തിനെ അറിയപ്പെടുന്നത്? 1920 മഞ്ചേരി സമ്മേളനത്തെ അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാ? 1920 മഞ്ചേരി സമ്മേളനമാണല്ലോ. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം കാണും. അതിലൊരു ചോദ്യം ഈ പറയുന്ന ഫാക്ടുകളൊക്കെ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളി സാന്നിധ്യം, അതുമല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ സൂററ്റ് സ്പ്ലിറ്റ്. പിന്നെ ഈ പറയുന്ന സൂററ്റ് സ്പ്ലിറ്റിന്റെ ഫലമായിട്ട് മിതവാദികളും തീവ്രവാദികളും രണ്ടാകുമല്ലോ. പിന്നീട് അവർ ഒന്നായത് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കണം. അത് ഇന്ത്യൻ ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ ഡിസ്കസ് ചെയ്യുന്ന ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ടോപ്പിക് വർക്കൗട്ട് ബാച്ചിലും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട മെറ്റീരിയൽസ് ഉൾപ്പെടെ നമ്മൾ പറയും. അത് പഠിച്ചോണം. അപ്പൊ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് 1920 മഞ്ചേരി സമ്മേളനമാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാ? നിങ്ങൾ എഴുതി വെക്കാം. ഞാൻ തുടക്കം മുതലേ പറയുന്നു, ഞാൻ ഈ പറയുന്ന കണ്ടന്റ് ഉറപ്പായും പഠിക്കണം. കാരണം ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത 72 ചോദ്യങ്ങളാണ്. GK സയൻസിൽ 80-ൽ 80 ഒന്നും തള്ളി മറിക്കുന്നില്ല. 80 ചോദ്യം ചോദിച്ചതിൽ 72 ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചില ആളുകൾ കമന്റ് ചെയ്യും 100-ൽ 72 ചോദിച്ചുള്ളൂ. 100-ൽ 72 അല്ല നിങ്ങൾ കമന്റ് ചെയ്യുന്നത്, 80-ൽ 72 ചോദ്യമാണ്. 100 ചോദ്യം നോക്കൂ. തുടക്കം മുതൽ പറയുന്നു, ഈ പറഞ്ഞ 80-ൽ 72 ചോദ്യമാണ് കിട്ടിയത്. 80-ൽ 72 ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിപ്പിച്ച, നമ്മൾ പറഞ്ഞ PDF-ൽ നിന്ന്, നമ്മൾ കൊടുത്ത മെറ്റീരിയൽസിൽ നിന്ന്. അപ്പൊ അതിന്റെ കോൺഫിഡൻസിൽ പറയുക, അത് ഫസ്റ്റ് പ്രിലിംസ് ആയിക്കോട്ടെ, അതിന് മുമ്പ് നടത്തിയ LDC ആയിക്കോട്ടെ, അതിന് മുമ്പ് നടന്ന LGS ആയിക്കോട്ടെ, എല്ലാം ഇനി വരാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്കെല്ലാം തന്നെ നമ്മൾ ഈ വർക്കൗട്ട് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയേറെ എഫക്റ്റീവായിട്ടാണ് കുട്ടികൾ മറുപടി പറയുന്നത്. അപ്പൊ യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാ? അത് VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ മത്സര പരീക്ഷയിൽ ഈ പറയുന്ന സംഘടനകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഉറപ്പായും ചോദിക്കും. പറയുന്ന പ്രധാനപ്പെട്ട സംഘടനകളാണ്. അത് ഉറപ്പായും നിങ്ങളുടെ മത്സര പരീക്ഷയിൽ ചോദിക്കും. ഒന്നാമത്തത് വൈകുണ്ഠ സ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്റെ സംഘടനയുടെ പേരാണ് സമത്വ സമാജം. എളുപ്പമാർഗം പറഞ്ഞു തരുക. സമ എന്ന വാക്ക് ചേർത്ത് എന്ത് നവോത്ഥാനത്തിൽ നിന്ന് ചോദിച്ചാലും ഉത്തരം വൈകുണ്ഠ സ്വാമികളായിരിക്കും. സമത്വ സമാജം, സമപന്തി ഭോജനം, സമപൂർണദേവൻ അതായത് സമ്പൂർണദേവൻ, സമപാതിത്തോപ്പ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സ്വാമിത്തോപ്പാണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട സംഘടന ഏതാണ്? അത് സമത്വ സമാജമാണ്. ഇനി ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതാണ്: കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകന്റെ പേര് ചട്ടമ്പി സ്വാമികൾ എന്നാ. അപ്പൊ ചട്ടമ്പി സ്വാമികളെ പറ്റി A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ആദിഭാഷ എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്, പ്രാചീന മലയാളം എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. അങ്ങനെ ഒത്തിരി കൃതികളുണ്ട്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന അപരനാമങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോയിന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരള നവോത്ഥാനത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകന്റെ പേര് ആരാണ്? അത് ചട്ടമ്പി സ്വാമികൾ എന്നാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ മൂന്നാമത് നോക്കിയേ, ശ്രീനാരായണ ഗുരു ആരംഭിച്ച സംഘടനയുടെ പേരെന്തുവാ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP. നമുക്ക് എല്ലാവർക്കും അറിയാം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. 1887-ൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുമല്ലോ. അപ്പൊ അത് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ഉറപ്പായും പഠിക്കണം. ദെൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിൽ ആദ്യമായി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹമാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് അനാഥാലയങ്ങൾ, കേരളത്തിൽ ആദ്യമായിട്ട് പള്ളിയോടൊപ്പം സ്കൂള്, അതാ പള്ളിക്കൂടം. അദ്ദേഹം ധാരാളം കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് 105 പദ്ധതി. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രിലിമിനറി പരീക്ഷയിൽ ഫോക്കസ് ചെയ്യുന്ന 105 പദ്ധതി, വാഴത്തട വിപ്ലവം, ഈ പറയുന്ന പിടിയേരി സമ്പ്രദായം വളരെ പ്രധാനപ്പെട്ടതാണ്, കെട്ടുതെങ്ങ് സമ്പ്രദായം, ഇതൊക്കെ കൊണ്ടുവന്ന നവോത്ഥാന നായകൻ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പള്ളിയോടെ കൂടെ സ്കൂൾ
സ്കൂള്, അതായത് പള്ളിക്കൂടം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്? ഈ പറഞ്ഞ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം 3 പ്രധാനപ്പെട്ട സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ട്. CMI, CMC, ഒരെണ്ണം കൂടെ അമലോത്ഭവ ദാസ സംഘം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആത്മവിദ്യാ സംഘം ഉണ്ട്, അത് വാഗ്ഭടാനന്ദനാണ്. ഇത് അമലോത്ഭവ ദാസ സംഘമാണ്. തിരിഞ്ഞു പോരുത്, ഒരു മാർക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റണം. അടുത്തത് അയ്യങ്കാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുണ്ട്. ഈ പറയുന്ന ഈ കൊടുത്തേക്കുന്ന സംഘടനകൾ ഉറപ്പായും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അയ്യങ്കാളിയുടെ സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം എന്നാണ്. അയ്യങ്കാളിയുടെ സംഘടന എന്താണ്? സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഈ പറയുന്ന സംഘടനയുടെ പേര് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. നമ്മൾ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കണ്ടന്റ് ഉൾപ്പെടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് തന്നിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സംഘടനയുടെ പേര് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നാണ്. ദെൻ വാഗ്ഭടാനന്ദന്റെ സംഘടനയുടെ പേരെന്താ? ആത്മവിദ്യാ സംഘം. മലബാർ മേഖലയിലെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനല്ലേ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദന. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിലാണ്. വാഗ്ഭടാനന്ദന്റെ സംഘടനയുടെ പേര് ആത്മവിദ്യാ സംഘം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്, സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സംഘടനയുടെ പേരാണ് സഹോദര പ്രസ്ഥാനം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷകൾ കയറുമ്പോൾ ഇത് റാങ്ക് മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് കരുതി തെറ്റിച്ചു കളയരുത്. സഹോദരൻ അയ്യപ്പന്റേതാണെന്ത്? സഹോദര പ്രസ്ഥാനം. ദെൻ പണ്ഡിറ്റ് KP കറുപ്പൻ ഫോം ചെയ്ത സംഘടനയുടെ പേരാണ് അരേ സമാജം. അപ്പൊ അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഈ അരേ സമാജം സ്ഥാപിച്ച പണ്ഡിറ്റ് KP കറുപ്പനെ അറിയപ്പെടുന്ന പേരുണ്ട് കേരള ലിങ്കൺ, കേരള എബ്രഹാം ലിങ്കൺ, കവി തിലകൻ, വിദ്വാൻ എന്നീ 4 പേരുകളിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന പണ്ഡിറ്റ് KP കറുപ്പന. ദെൻ മന്നത്ത് പത്മനാഭന് പ്രത്യേകതയുണ്ട്. നായർ സർവീസ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭന. എന്റെ ദേവിയും ദേവനും സംഘടനയാണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭന. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭന. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകന്റെ പേര് അത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ മന്നത്ത് പത്മനാഭന്റെ സംഘടന നായർ സർവീസ് സൊസൈറ്റി. നമ്മൾ ഇത് പബ്ലിക് ആയിട്ട് സംഘടന, വർഷം, പ്രധാനപ്പെട്ട മാസിക, അതിന്റെ മുഖപത്രം ഉൾപ്പെടെയുള്ള പാക്കേജ് സഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് VT ഭട്ടതിരിപ്പാടാണ്. ഇക്കഴിഞ്ഞ 10th ലെവൽ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച 2 ചോദ്യത്തിൽ 1 ചോദ്യം VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ ഫോം ചെയ്തത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് അത് വാഗ്ഭടാനന്ദനാണ്. അടുത്തത് കുമാരഗുരുദേവൻ ഫോം ചെയ്ത സംഘടനയുടെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്റെ കൂടെ പറയണം, കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഫോം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സംഘടനകൾ നമ്മൾ ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ചിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ മെറ്റീരിയൽസ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് 1817 തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ഗൗരി പാർവതി ഫായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പൊ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ഫായ് ആണ്. വീണ്ടും ആവർത്തിക്കുന്നു, പ്രൈമറി പാർവതി. ഹാളിൽ കയറുമ്പോൾ ഗൗരി ലക്ഷ്മി ഫായ് എന്നാവാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത് പ്രൈമറി പാർവതി. എന്റെ കൂടെ പറഞ്ഞേ, പ്രൈമറി പാർവതി. ക്ലിയർ ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അടുത്തത് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ടിക്ക് ചെയ്ത് പഠിക്കണം. സ്കൂൾ ടെക്സ്റ്റ് ആണ്. ഇതിന്റെ മെറ്റീരിയൽസ് PDF സഹിതം ഓഡിയോ സെക്ഷൻ സഹിതം നമ്മൾ മുൻ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് ദിവസം തിങ്കളാഴ്ചയാണ്. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട ഏരിയ കേരള ചരിത്രം മുഴുവൻ പഠിക്കണം. കേരള ചരിത്ര നവോത്ഥാനത്തിലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന മുഴുവൻ PYQ മുഴുവൻ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റോ റാങ്ക് ഫയൽ എന്തുമായിക്കോട്ടെ, ഈ പറയുന്ന SCERT സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റുന്ന മുഴുവൻ കണ്ടന്റും വായിക്കണം. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച, ഇന്ന് കേരള ചരിത്രം മുഴുവൻ വായിക്കണം. ദെൻ കറണ്ട് അഫയേഴ്സിന്റെ നമ്മൾ തന്ന വർക്കൗട്ട് ബാച്ചിൽ തന്ന മുഴുവൻ PDF പഠിക്കണം.
ഓക്കെ. ദെൻ അതിനുശേഷം ഇന്ന് ഫിസിക്കൽ സയൻസ് കൂടി പഠിക്കണം. അപ്പൊ ഇന്ന് ഫിസിക്കൽ സയൻസ് പഠിക്കണം, കേരള ചരിത്ര നവോത്ഥാനം മൊത്തവും പഠിക്കണം വർക്കൗട്ട് ബാച്ചിൽ. അപ്പൊ നിങ്ങൾ ചില ആളുകൾ കാണും വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. അവർ ചെയ്യേണ്ടത് അവരുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസിൽ കേരള ചരിത്ര നവോത്ഥാനം മുഴുവൻ എന്ത് ചെയ്യുക, വായിക്കുക, പഠിക്കുക. ഫിസിക്കൽ സയൻസ് നിങ്ങളുടെ കയ്യിലുള്ള, അതായത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കയ്യിലുള്ള മുഴുവൻ കണ്ടന്റും വായിക്കുക. അപ്പൊ വർക്കൗട്ട് ബാച്ചിലുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് പഠിക്കേണ്ട മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. വർക്കൗട്ട് ബാച്ചിലുള്ളവർക്ക്, വീണ്ടും ആവർത്തിക്കുന്നു, വർക്കൗട്ട് ബാച്ചിൽ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ഇന്ന് രാവിലെ 8 മണിക്ക് മുമ്പ് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം അവരുടെ ഗ്രൂപ്പിൽ, അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരത് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ വായിച്ചതിന് ശേഷം ഇതൊന്ന് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാനുള്ള സമയം തരുന്നുണ്ട്. രാത്രി 9 മണിക്കാണ് വർക്കൗട്ട് എക്സാം. അത് വർക്കൗട്ട് ബാച്ചിലുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എക്സാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലുള്ളവർക്കും പരാതി തീർന്നു, വർക്കൗട്ട് ബാച്ചിലുള്ളവർക്കും പരാതി തീർന്നു. രണ്ടുപേരുടെ പരാതി എന്ന് പറഞ്ഞാൽ എക്സാം വേണമെന്ന പരാതിയായിരുന്നു. ആ എക്സാം ഇപ്പൊ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ രാത്രി 9 മണിക്ക്, ഇന്ന് മാത്രമല്ലായിരുന്നു, കഴിഞ്ഞ ഒരു 30 അല്ലെങ്കിൽ പറയുന്ന ഏകദേശം 65 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് PDF നോട്ട്, ക്ലാസ്, പരീക്ഷയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് റിവിഷൻ ആണ്. തിങ്കളാഴ്ച ദിവസമാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ജനുവരി 11-നാണ്, ശനിയാഴ്ചയാണ് എക്സാം, എനിക്ക് ടെൻഷൻ കൊണ്ട് വയ്യ, ഞാൻ ഏത് ടോപ്പിക് കവർ ചെയ്യണം, കേരള ചരിത്രം കവർ ചെയ്യണോ, കേരള ജോഗ്രഫി കവർ ചെയ്യണോ, ഇന്ത്യൻ ചരിത്രം കവർ ചെയ്യണോ? ഈ പറഞ്ഞ 5 ദിവസം കൊണ്ട് 5 ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം, അതായത് തിങ്കൾ എന്ന് പറയുന്ന ഇന്ന് കേരള ചരിത്രം മുഴുവൻ കവർ ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ സയൻസ് മുഴുവൻ കവർ ചെയ്യും. അടുത്ത ദിവസം ഈ പറഞ്ഞ ഡേ 2 ചൊവ്വാഴ്ച നമ്മൾ കവർ ചെയ്യുന്ന എന്തുവാ, കേരള ജോഗ്രഫി മൊത്തം കവർ ചെയ്യും. നാച്ചുറൽ സയൻസ് കവർ ചെയ്യും. അതിന്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതിന്റെ എക്സാം രാത്രി 9 മണിക്ക്. ദെൻ ബുധനാഴ്ച അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണോ ടോപ്പിക്, ഇന്ത്യൻ ഭരണഘടന ടോപ്പിക്ക് ബുധനാഴ്ച ദിവസം, അതിന്റെ കറണ്ട് അഫയേഴ്സ്. ദെൻ അതിനുശേഷം ഫിസിക്കൽ സയൻസ്. അപ്പൊ ഓർത്തു വെക്കണം, ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ഒന്നിടവിട്ട ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കേരള ചരിത്രം നവോത്ഥാനം ഇന്ന് കൊണ്ട് തീർക്കുക. ഇനി നമുക്ക് റിവൈസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവരുത്. എക്സാമിന്റെ തലേ ദിവസം ഒന്ന് ഓടിച്ചു നോക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത്രയും ടോപ്പിക് ഇന്ന് പഠിക്കേണ്ടതാണ്. ഇനി ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും കറണ്ട് അഫയേഴ്സിന്റെ PDF ഉണ്ടോ? ഉണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ PDF ആണ്. ഇത്രയും PDF പാരീസ് ഒളിമ്പിക്സ് ഡേ 4 ഇന്ന് ഡേ 4 തിങ്കളാഴ്ച, അതായത് GK-യില് ഡേ 1 വർക്കൗട്ടും കറണ്ട് അഫയേഴ്സിന് ഡേ 4 വർക്കൗട്ടും തിങ്കളാഴ്ച ഇന്ന്. ദെൻ പാരീസ് ഒളിമ്പിക്സ് പഠിക്കണം. നമ്മൾ തന്നിട്ടുണ്ട് PDF. സുന്ദരി പട്ടങ്ങൾ എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ തന്ന PDF വർക്കൗട്ട് ബാച്ചിൽ. ഉച്ചകോടികൾ എന്നറിയപ്പെടുന്ന മേഖല, അതിന്റെ വേദി, 54ാമത് കേരള ഫിലിം അവാർഡ്, കേരള പുരസ്കാരം ഉറപ്പ്, കമ്പൽസറി ആയിട്ട് പഠിക്കണം. കേരള ജ്യോതി, കേരള ശ്രീ, കേരള പ്രഭ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരും. ദെൻ കറണ്ട് അഫയേഴ്സിന്റെ 19ാമത്തെ പാർട്ടും കറണ്ട് അഫയേഴ്സിന്റെ 12ാമത്തെ പാർട്ടും വിത്ത് മൈക്രോ നോട്ട്. ഈ 3 നോട്ട് ഇമ്പോർട്ടൻ്റ്. അതിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് മൈക്രോ നോട്ടാണ്. മൈക്രോ നോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു മെറ്റീരിയൽസ് നമ്മൾ പബ്ലിഷ് ചെയ്തു. സി സ്പേസ് എന്നറിയപ്പെടുന്ന OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു OTT പ്ലാറ്റ്ഫോം പുറത്തിറക്കുന്നത്. അതിന്റെ പേര് സി സ്പേസ് എന്ന. അത് ഇംപ്ലിമെന്റ് ചെയ്ത് കേരള ഗവൺമെന്റ്. ഉറപ്പായിട്ടും അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾ എഴുതി വെച്ചോ, ഈ പറയുന്ന മൈക്രോ നോട്ടിലെ നോട്ട്സ് കമ്പൽസറി ആയിട്ട് പഠിക്കണം കറണ്ട് അഫയേഴ്സിൽ. അപ്പൊ ഇത്രയും ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിൽ പഠിക്കണം. ഇത്രയും ടോപ്പിക്കും ഈ പറയുന്ന കേരള ചരിത്ര നവോത്ഥാനം മൊത്തം റിവൈസ് ചെയ്യണം. നമ്മൾ തരുന്ന പ്രസ്താവന ചോദ്യത്തിന്റെ PDF സഹിതം, ക്ലാസ് സഹിതം, ഫിസിക്കൽ സയൻസിന്റെ കണ്ടന്റ് സഹിതം പഠിച്ചതിന് ശേഷമാണ് രാത്രി 9 മണിക്ക് എക്സാം. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ വേറെ ടോപ്പിക്ക്. അപ്പൊ അതിന്റെ റിവിഷൻ, അതിന്റെ പരീക്ഷ, അതങ്ങനെ 5 ദിവസം ബ്രില്യന്റ് ആയിട്ട് വർക്കൗട്ട് നടത്തിയാൽ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്ത 80-ൽ 72 എന്ന് പറയുന്ന സ്കോറിലേക്ക്, അതിൽ കൂടുതൽ സ്കോറിലേക്ക് 75 എബോ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. 80 മാർക്കാണ് പക്കാ ഷുവർ എന്ന് പറഞ്ഞിരുന്നാലും 1, 2, 3 ചോദ്യങ്ങൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ടല്ലോ. എന്തായാലും മനുഷ്യനാണ്, തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ 75 മാർക്ക് ഈ പറഞ്ഞ GK സയൻസിൽ നിന്ന് കമ്പൽസറി ആയി. അപ്പൊ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 15 മാർക്ക് കിട്ടിയെന്നാകട്ടെ.
75 + 15 ഏകദേശം നമുക്ക് 90 മാർക്ക് ആ ഒരു റേഞ്ച് കിട്ടത്തില്ലേ? അത് മതി, അത് മതിയാകും. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന വർക്കൗട്ട്, എക്സാം, PDF എല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ 8 മണിക്ക് മുമ്പ് ഈ മെറ്റീരിയൽസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടന്റ് ഓർത്തു വെക്കണേ. ഇന്ന് പഠിക്കേണ്ടത് കേരള നവോത്ഥാന ചരിത്രത്തിൽ ഈ പറയുന്ന നവോത്ഥാന പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന് പറയുന്ന 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കണം. അതുകൂടാതെ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് പഠിക്കണം. അതുകൂടാതെ ഒരു PDF കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യും. അതുകൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യാവൂ? ഇന്നത്തെ 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാവൂ. ഓക്കെ, ഇനിയും ഈ പറഞ്ഞ 5 ദിവസത്തെ റിവിഷൻ വർക്കൗട്ട് ബാച്ചിൽ ആരെങ്കിലും ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് 3ാം ഘട്ടം പരീക്ഷ ഉള്ളവർ കാണും, 4ാം ഘട്ടം പ്രിലിംസ് പരീക്ഷ ഉള്ളവർ കാണും, അതായത് ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച പരീക്ഷ ഉള്ളവർ കാണും. അവർക്ക് ഒരു റിവിഷൻ ഉറപ്പ് തരുന്നു. ഈ 5 ദിവസം നിങ്ങൾ ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും GK സയൻസിൽ 75+ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞ GK സയൻസ് 80 മാർക്കാണ്, അതിൽ 75+ ഉറപ്പായിട്ട് നിങ്ങൾ നേടും. താല്പര്യമുള്ളവർ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല, ആരും ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഈ 9072728242 നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഇടുക. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ വർക്കൗട്ട് ബാച്ച്, ഏറ്റവും ലേറ്റസ്റ്റ് വർക്കൗട്ട് ബാച്ച് ആണ്, 4ാമത്തെ വർക്കൗട്ട് ബാച്ചാണ് നിലവിലുള്ളത്. അപ്പൊ ആ 4ാമത്തെ വർക്കൗട്ട് ബാച്ച് ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. ഓക്കെ ആണല്ലോ? പറഞ്ഞല്ലോ, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഉത്തരം TK മാധവന. ഉറപ്പിച്ചോ? നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ക്ഷേത്ര സമരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും. ഒന്നുകിൽ ക്ഷേത്ര സമരത്തിന്റെ വർഷമായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്ര സമരത്തിന്റെ നേതാവായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്ര സമരം നടന്ന ഏത് ജില്ലയിൽ നിന്നായിരിക്കും. ഇപ്പൊ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 മുതൽ 25 വരെ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. തീണ്ടൽ പലക എന്നറിയപ്പെടുന്ന ആശയം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാ. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2024. ഈ 2024 ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു എന്ന ഓഡിയോ കാസറ്റ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ചാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ കീഴരിയൂർ ബോംബ് കേസ് മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാ. എഴുതി വെച്ചോ, എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ് കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ട് പോകണം. 1942 കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ പേര് കീഴരിയൂർ ബോംബ് കേസ് എന്നാണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോടാണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് അത് KB മേനോനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട മുഖപത്രം, അതായത് ചോദ്യം ഇങ്ങനെയാണ്: കീഴരിയൂർ ബോംബ് കേസിന്റെ പശ്ചാത്തലത്തിൽ മലബാർ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ രഹസ്യമായി വിതരണം ചെയ്ത പത്രിക അല്ലെങ്കിൽ മാസികയുടെ പേര് സ്വതന്ത്ര ഭാരതം എന്ന. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് മലബാറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് കൊച്ചിയിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും പഠിച്ചോണം. അടുത്തത് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ 3 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഭരണപരിഷ്കരണം ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത് എന്നിവ ചർച്ച ചെയ്തു. 1920 മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം സന്ദർശിക്കുന്നു. അത് മറക്കരുത്. ദെൻ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ കുണ്ടറ വിളംബരത്തിൽ നിന്ന് ഒരു ചോദ്യം കമ്പൽസറി ആയി കാണും. വിളംബരത്തിൽ നിന്ന് തന്നെ ഒരു ചോദ്യം കാണും. അത് ക്ഷേത്രപ്രവേശന വിളംബരമാകാം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ആകാം, കുണ്ടറ വിളംബരമാകാം, പണ്ടാരപ്പാട്ട വിളംബരമാകാം, ദെൻ ചാന്നാർ വിളംബരമാകാം. ഈ പറയുന്ന വിളംബരങ്ങളെല്ലാം പാക്കേജ് ആയിട്ട് വർക്കൗട്ട് ബാച്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയെ പറ്റി പഠിക്കുമ്പം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നറിയപ്പെടുന്ന 3 സ്ഥലങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട് കായലിലെ
പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി വേലുതമ്പി ദളവയാണ്. കമ്പൽസറി ആയിട്ട് പഠിക്കണം, ഉറപ്പായും ചോദിക്കും. അടുത്തത് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്, അത് ശ്രീനാരായണ ഗുരുവാ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവാണ് 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. ഈ അരുവിപ്പുറം പ്രതിഷ്ഠയെ അറിയപ്പെടുന്ന പേര് അരുവിപ്പുറം വിപ്ലവം എന്നാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേര് അത് ശ്രീനാരായണ ഗുരു എന്നാണ്. വളരെ പ്രധാനപ്പെട്ടത്. ദെൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്ന മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന എട്ടേ മട്ടം എന്നറിയപ്പെടുന്ന ആചാരം നിർത്താൻ പ്രവർത്തിച്ച അല്ലെങ്കിൽ പരിശ്രമിച്ച നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ച വനിതയുടെ പേരെന്തുവാ? ആലപ്പുഴയിൽ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ച വനിതയുടെ പേര് കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരം കെ ദേവയാനിയാണ്. കെ ദേവയാനിയാണ് ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയുടെ പേര് കേരളീയ സുഗുണബോധിനി. ഇമ്പോർട്ടന്റ് ആണ്. ഇനി മത്സര പരീക്ഷയിൽ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് ചോദിക്കും. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ വനിതാ മാസികയുടെ പേരെന്താണ്? അത് കേരളീയ സുഗുണബോധിനി എന്നാണ്. വളരെ പ്രധാനപ്പെട്ടത്. ഇനി എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന്, കേരള നവോത്ഥാനത്തിൽ നിന്ന്, ഈ പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളിൽ നിന്നെല്ലാം ചോദിക്കുന്ന ഒരു ഏരിയയാണ് കുറിച്യർ കലാപം. 3 ക്വസ്റ്റ്യനാ ഈ കഴിഞ്ഞ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ കുറിച്യർ കലാപത്തിൽ നിന്ന് ചോദിച്ചത്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം നടന്ന ജില്ല വയനാട്. 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ് കുറിച്യർ കലാപത്തിന്റെ നേതാക്കന്മാർ. അതിൽ പ്രധാനി രാമനമ്പിയ. കുറിച്യർ കലാപത്തിന്റെ പ്രധാന നേതാവായി തന്നെ രാമനമ്പി. 3 ആളുകളെ നിങ്ങൾ പഠിക്കണം. രാമനമ്പി പ്രധാന നേതാവാ. കേളു എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്, കോന്തപ്പൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്. അപ്പൊ വെൺകലോൻ കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ, ഈ പറഞ്ഞ രാമനമ്പി, ഈ 3 വ്യക്തികളാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. കുറിച്യർ കലാപം നടന്ന വർഷം 1812. നേതാവ് പറഞ്ഞല്ലോ രാമനമ്പി, പ്രധാന നേതാവ്. നടന്ന ജില്ല വയനാട്. ഈ പറയുന്ന വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപമാണ് കുറിച്യർ കലാപം. ഈ കുറിച്യർ കലാപം പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഓർത്തു വെക്കണം. ഈ കുറിച്യർ കലാപത്തിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ കുറിച്യർ കലാപം എങ്ങനെ ഉണ്ടായി, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു. ഈ കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ കുറിച്യറാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഞാൻ കുറിച്യറാണെന്ന് ഇരിക്കട്ടെ. കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ഈ കുറിച്യർ എന്നറിയപ്പെടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷി ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ എന്തേ ഉള്ളൂ? കൃഷി വസ്തുക്കളെ ഉള്ളൂ, കാർഷിക വസ്തുക്കളെ ഉള്ളൂ. നെല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഷിക വിഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും പണം ഇരിക്കുവാണോ? അല്ല. അവരെന്ത് ചെയ്യും? ബ്രിട്ടീഷുകാര് നികുതി വർദ്ധിപ്പിക്കും. ഈ നികുതി വർദ്ധിപ്പിച്ച ബ്രിട്ടീഷുകാരുടെ പേരുണ്ട്, അതൊന്ന് ഓർത്തു വെക്കണം. തോമസ് വാർഡൻ. ഒന്ന് ടിക്ക് ചെയ്ത് പഠിക്ക്. തോമസ് വാർഡൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നികുതി വർദ്ധിപ്പിച്ച ബ്രിട്ടീഷുകാര്. അപ്പൊ നികുതി വർദ്ധിപ്പിച്ചു. നികുതി വർദ്ധിപ്പിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാര് 3 കണ്ടീഷൻ വെച്ചു. ഒന്ന്, നികുതി വർദ്ധിപ്പിച്ചത് ഒരു കണ്ടീഷൻ. രണ്ടാമത്തത്, നികുതി പണം കുറിച്യർ എന്നറിയപ്പെടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കുറിച്യർ ആദിവാസി വിഭാഗക്കാര് എന്തായിട്ട് കൊടുക്കണം? പണമായി നൽകണം. ഞങ്ങളുടെ കയ്യിൽ എന്തില്ല? പണമില്ല കൊടുക്കാനായിട്ട്, കാർഷിക വസ്തുക്കളെ ഉള്ളൂ. അപ്പൊ പണമായിട്ട് നൽകണം നിർബന്ധമായിട്ടും. ദെൻ മൂന്നാമത്തത്, ഇപ്പൊ ഞങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ആ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടും, അതായത് കുടിയൊഴിപ്പിക്കും. ഈ 3 രീതികൾ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം റിയാക്ട് ചെയ്യും. അതിനെ അറിയപ്പെടുന്ന പേരാണ് കുറിച്യർ കലാപം. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, 1 മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് ഈ പറഞ്ഞ കുറിച്യർ കലാപത്തെ പറ്റി പറഞ്ഞത് TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാ. സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റാ. അപ്പൊ കുറിച്യർ കലാപം നടന്ന വർഷം 1812. നടന്ന ജില്ല ഏതാണ്? അത് വയനാട്. മുദ്രാവാക്യം മറക്കല്ലേ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് കുമാരൻ വയലേരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയത് കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ഇത് കുറിച്യർ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്തത്, പ്രധാനപ്പെട്ട പരീക്ഷാ ചോദ്യത്തിൽ ഈ പറയുന്ന കണ്ടന്റ് ഒന്ന് ഓർത്തു വെക്കണം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതെന്നും ചോദിക്കും. ഇപ്പൊ 3 പ്രധാനപ്പെട്ട കൃതികൾ ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ദൈവദശകം വളരെ ഇമ്പോർട്ടന്റാ, നവമഞ്ജരി വളരെ ഇമ്പോർട്ടന്റാ, ദർശനമാല. ദൈവദശകം,
നവമഞ്ജരി, ദർശനമാല. ഈ 3 കൃതികൾ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വേദാധികാര നിരൂപണത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ഈ പറഞ്ഞ വിവേകാനന്ദൻ പറഞ്ഞത് ആരെ പറ്റിയാണ്? ചട്ടമ്പി സ്വാമികളെ പറ്റിയാ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് ആരെ പറ്റി? സ്വാമി വിവേകാനന്ദനെ പറ്റി ആര് പറയുന്നു? ചട്ടമ്പി സ്വാമികൾ പറയുന്നു. ഈ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഈ പറയുന്ന 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള PDF നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസിന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും എന്നതിൽ തർക്കമില്ല. കാരണം അത്രയേറെ കണ്ടന്റ് അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സിൻസിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇപ്പൊ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. 1812 കുറിച്യർ ലഹള ഉണ്ടായത്. ശരിയോ തെറ്റോ? ശരിയാണ്. 1812 കുറിച്യർ ലഹള ഉണ്ടായത്. ഓപ്ഷൻ രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര തെറ്റാണ്. എന്താണ്? കുറിച്യർ വിഭാഗമാണ്. കുറിച്യരും കുറുമ്പരുവ കുംഭാര എന്നറിയപ്പെടുന്ന വിഭാഗമില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ പ്രധാന നേതാവ് രാമനമ്പിയ. ദെൻ നാലാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ഇംഗ്ലീഷുകാര് മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് വിരുദ്ധമാകുന്നത് നികുതി വർദ്ധിപ്പിക്കുമ്പോഴാ. ഈ പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഈ പറയുന്ന മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഈ പറയുന്ന നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന, മൂന്നാമത്തെ പ്രസ്താവന, നാലാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. വയനാട് ജില്ലയിലെ കുറിച്യ, കുറുമ്പ ഈ 2 വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. കുംഭാര എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവര് ഈ ലഹളയ്ക്ക് നേതൃത്വം നൽകിയിട്ടില്ല. കമ്പൽസറിയായി പഠിക്കേണ്ട രീതി അതാണ്. ഓക്കെ, ദെൻ കേരളത്തിൽ ആദ്യത്തെ വനിതാ മാസിക പറഞ്ഞു, കേരളീയ സുഗുണബോധിനി. അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം. അടുത്തത് വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്ന ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് പഠിപ്പിച്ച കണ്ടന്റ് വെച്ച് ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. ഒന്നാമത്തെ ലോജിക് എന്താ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. തെറ്റാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അത് മാത്രം തെറ്റാണ്. ഇത് നോക്കൂ, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത് തൈക്കാടയ്യ അല്ല, വൈകുണ്ഠസ്വാമിയാണ്. ഈ അയ്യാവഴിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. തീജ്വാല വഹിക്കുന്ന താമര, മറക്കല്ലേ, തീജ്വാല വഹിക്കുന്ന താമര എന്തിന്റെ ചിഹ്നമാണെന്ന് ചോദിച്ചാൽ അയ്യാവഴിയുടെ ചിഹ്നമാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അരുൾ നൂൽ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രചനയാ. ശരിയാണ്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന അരുൾ നൂല് മാത്രമല്ല, അമ്മാനെ അരുൾ നൂല് തുടങ്ങിയിട്ടുള്ള കൃതികളെല്ലാം എഴുതിയത് അദ്ദേഹം ആണ്, വൈകുണ്ഠസ്വാമികളാണ്. ദെൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഈ പറയുന്ന ഓപ്ഷൻ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്, നാലാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ 4 പ്രസ്താവനകൾ കൊടുത്തതിൽ തെറ്റായിട്ടുള്ളത് 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിലല്ല ജനിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? 1836 സമത്വ സമാജം എന്നറിയപ്പെടുന്ന സംഘടന അദ്ദേഹം സ്ഥാപിക്കുന്നത്. അത് തന്നെ ലോജിക്കായിട്ട് ഓർക്കാം. 1836 ആരംഭിച്ച ഈ പറഞ്ഞ സമത്വ സമാജം ആരാ ഫോം ചെയ്തേ? ഈ പറയുന്ന വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ എന്തായാലും 1908 എന്ന് പറയുന്ന വർഷം അദ്ദേഹം ജനിക്കാൻ ഒരു സാധ്യതയില്ല. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിയേണ്ടത്. അപ്പൊ ആൻസർ പറഞ്ഞല്ലോ, ഒന്ന് ഓർത്ത് നോക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. നോക്കൂ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തിന്റെ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? കലാപം നടന്നത് 1812 ശരിയാണ്. കലാപം നടന്നത് 1812. ഓപ്ഷൻ ബി രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു. തെറ്റാ. രാമനമ്പി എന്ന് പറയുന്ന നേതാവാണ്. കലാപത്തെ അടിച്ചമർത്തിയത് ബ്രിട്ടീഷുകാരാണ്. അതായത് ഈ പറയുന്ന കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി രാമനമ്പിയെ നിയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റാ. കലാപത്തിന്റെ പ്രധാന നേതാവ് ആരാ? അത് രാമനമ്പിയാ, പാലിയത്തച്ഛൻ അല്ലല്ലോ. ദെൻ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും ശരിയാകുന്ന എന്താണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ലോജിക് ഇതാണ്. അതിൽ ഈ പറയുന്ന കലാപം നടക്കുന്ന 1812 കുറിച്യർ കലാപം 1812. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. ഈ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന എന്നാ ചോദ്യം. തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ശരിയല്ല ചോദിച്ചു വെച്ചേക്കുന്നത്, തെറ്റാണ് ചോദിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കണ്ടന്റിന്റെ
ക്ലാസിന്റെ PDF നോട്ട്സ്, അതിന്റെ എക്സാം കൃത്യമായി ഞാൻ പറയുന്നു. ഇന്നത്തെ ദിവസം ഈ കേരള ചരിത്ര നവോത്ഥാനം മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ഈ പറഞ്ഞ കറണ്ട് അഫേഴ്സ് നമ്മൾ തന്ന വർക്കൗട്ട് ബാച്ച് തന്ന കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം. ദെൻ ഫിസിക്കൽ സയൻസ് നിങ്ങൾക്ക് പഠിക്കണം. ഇത്രയും പഠിച്ചെങ്കിൽ റിവിഷൻ ആകുന്നത്. ദെൻ അതിനുശേഷം ഇതിന്റെ നോട്ട്സ് വായിക്കുക. ഇതിന്റെ എക്സാം രാത്രി 9 മണിക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ബാച്ചിലും അപ്ലോഡ് ചെയ്യും, കോമൺ ബാച്ചിലും അപ്ലോഡ് ചെയ്യും. പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, അവരെ കൂടി നമ്മൾ പരിഗണിക്കണം. തുടക്കം മുതൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ക്ലാസ്സിന്റെ നോട്ട്സ്, എക്സാം ഈ പറയുന്ന രണ്ടിടത്തും വർക്കൗട്ട് ബാച്ചിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. PSC ഇൻഫ്ലുവൻസറിന്റെ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിന്റെ പോൾ വർക്കൗട്ട് ഇന്ന് മുതൽ തുടങ്ങുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള എൻറ്റയർ കറണ്ട് അഫേഴ്സ് കണ്ടന്റ് വായിക്കണം. അതിനുശേഷം ഈ റാൻഡമായി, അതായത് ചിലപ്പോൾ അത് ഇന്ന ടൈം എന്നില്ല, അത് രാത്രി 9 മണിന്നൊന്നുമില്ല, അതിനു മുമ്പ് ഇപ്പം ഈ രാവിലെ ഒരു 10 മണിയാകാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകാം, ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഓരോ ടോപ്പിക്കിൽ നിന്ന് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകൾ ഇങ്ങനെ പോളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യുക. ദെൻ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക, അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന നോട്ട്സും ഈ പറയുന്ന എക്സാമും ഈ പറയുന്ന പോൾ വർക്കൗട്ടും എല്ലാം വർക്കൗട്ട് ബാച്ചിലുണ്ട്. അതുകൂടാതെ 17,000-ലധികം ഉദ്യോഗാർത്ഥികളുള്ള കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിൻസിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞല്ലോ, വരാൻ പോകുന്ന സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷയിൽ ഉറപ്പായിട്ടും 80 മാർക്കിൽ 75 പക്കാ ഷുവറാ. നിങ്ങളുടെ കയ്യിലിരിപ്പ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 80-ൽ 80 എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് നെഗറ്റീവ് എഴുതും. ആ നെഗറ്റീവ് ആണല്ലോ നമ്മളെ 75-ലേക്കും 80 ഈ പറയുന്ന 72-ലേക്കൊക്കെ എത്തിക്കുന്നത്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഓൾറെഡി നിങ്ങൾക്ക് 15 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അത് നിങ്ങൾ വിട്ടേക്കുക, അത് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഈ 5 ദിവസം മുന്നിലുണ്ട്. ഈ 5 ദിവസം ബ്രില്യൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ഒരു 75 എബോവ് GK സയൻസ് 80-ൽ 75+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒരു 16 ഉത്തരവും കൂടെ കിട്ടുവാണ്, അല്ലെങ്കിൽ മാർക്ക് കൂടെ കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു 91 മാർക്ക് ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ കമ്പൽസറി ആയിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പഠിക്കുക. ഇതിന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ, പഠിക്കുന്നു റിസൾട്ട് ഇല്ല, പഠിക്കുന്നു വീണ്ടും അഗൈൻ പഠിക്കുന്നു, റിസൾട്ട് ഇല്ല, ഒരു ദിവസം ബൂം എന്നും പറഞ്ഞ് ഒരു റിസൾട്ടാ വരുന്നത്. ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ മിത്രങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്രന്ഥശാല കൂട്ടായ്മകളൊക്കെ നിങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നു. 1ാം റാങ്ക് കിട്ടി, 2ാം റാങ്ക് കിട്ടി, ജോലിയിൽ കയറി. ഇതൊക്കെ എന്താണ്, ഒരു മാജിക്കായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ മാജിക് സംഭവിക്കണമെങ്കിൽ അതിന്റെ മുന്നിലുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. ആവർത്തിച്ച് പറയുന്നു, ഈ കൂട്ടായ്മയാൽ കഴിയുന്ന എല്ലാ കണ്ടന്റും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.